ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ എന്ത് ചിന്തകളാണ് കടന്നു പോകുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. പക്ഷേ ഇവിടെ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് നിങ്ങളെ ഒരു കോൾ വിളിക്കണമെന്നുണ്ട്, മെസ്സേജ് ചെയ്യണമെന്ന് ഉണ്ട്. കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് കുറച്ച് സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ചേസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് പാഷൻ ഈ വ്യക്തിക്ക് തോന്നുന്ന ഒരു സമയമായിട്ടും ഈ വ്യക്തി ദൂരയാത്രയിലാണ്, അല്ലെങ്കിൽ വിദേശ യാത്രയിലൊക്കെയാണ്, അല്ലെങ്കിൽ വിദേശത്തുള്ള ഒരു വ്യക്തിയാകാനുള്ള സാധ്യതയും ഈ വ്യക്തിയിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചറൊക്കെ ചിന്തിക്കുന്നതായിട്ടും ഈ ഒരു സമയം നിങ്ങൾ സെപ്പറേഷൻ പീരീഡിലാണ് പോകുന്നതായിട്ടും അവിടെ നിങ്ങളെ ഭയങ്കരമായിട്ട് ഈ വ്യക്തി മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പഴയ ഓർമ്മകൾ ആ വ്യക്തിയെ ഭയങ്കരമായിട്ട് അലട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഭയങ്കര അഡിക്ഷൻ ഉണ്ട് എന്നതാണ്. ഈ ഒരു സമയമാണ് അവർക്ക് നിങ്ങളുടെ അടുത്ത് ഭയങ്കര അഡിക്ഷൻ തോന്നുന്ന ഒരു സമയം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരു സമയം നിങ്ങളിൽ നിന്നും ഓടിക്കളഞ്ഞ ഒരു വ്യക്തിയായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ മനസ്സിൽ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വരാനും ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ കാർഡ്സ് എടുത്ത് നോക്കാം നമുക്ക്. എന്താണ് ഈ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്നൊക്കെയുള്ളതിനെക്കുറിച്ച്. ഇവിടെ നിങ്ങളുടെ വ്യക്തി ശരിക്കും നിങ്ങളില്ലാത്തതിൻ്റെ ഇതായിരിക്കാം. ഈ വ്യക്തിയുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലിങ്സിലാണ് നിങ്ങളുടെ വ്യക്തികൾ. കാരണം അവർ നിങ്ങളെ ഒരു ഹാപ്പി ഫാമിലി ആയിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത് പോലും. കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളുമായിട്ടുള്ള ഒരു ഹാപ്പി ഫാമിലി വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നുമുണ്ട്. നിങ്ങൾ അവരുടെ ഫാമിലി ആയിരുന്നെങ്കിൽ, നിങ്ങൾ അവരുടെ വൈഫ് ആയിരുന്നെങ്കിൽ, നിങ്ങൾ അവരുടെ ഹസ്ബൻഡ് ആയിരുന്നെങ്കിൽ എന്നൊക്കെ ഈ വ്യക്തി ആലോചിക്കുന്നുണ്ട്. കാരണം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് പോലെയും ഭയങ്കര സന്തോഷവത, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആവും, ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ലൈഫ് കിട്ടും എന്നൊക്കെയുള്ളത് ഈ വ്യക്തി ആലോചിക്കുന്നുണ്ട്. കാരണം നിങ്ങളൊരു ഹാപ്പി ഫാമിലി ആയിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫ് തന്നെ ഒരു ഹാപ്പി ഫാമിലി പോലെയാണ് ആൾ കാണുന്നത് പോലെ. അപ്പോൾ നിങ്ങളുടെ കൂടെ ആ വ്യക്തിയുടെ ജീവിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ് ഈ വ്യക്തിയിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. കാരണം ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ആ വ്യക്തി കടന്നു പോകുന്നത് വളരെ വല്ലാത്തൊരു സിറ്റുവേഷൻ കൂടിയൊക്കെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള ഫീലിങ്സ് ഈ ഒരു സമയം നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. ഭയങ്കര വല്ലാത്തൊരു ഫീലിങ്സാണ്. ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു തരണമെന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മുന്നിൽ ഭയങ്കരമായിട്ടുള്ള തടസ്സങ്ങളെ അതിജീവിക്കാനുണ്ട് ഈ വ്യക്തിക്ക്. നിങ്ങളിലേക്ക് വരണമെങ്കിൽ നല്ല രീതിയിൽ തടസ്സങ്ങളെ അതിജീവിച്ചാൽ മാത്രമേ ആ വ്യക്തിക്ക് നിങ്ങളുടെ അരികിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു ഇതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി കരിയറിലൊക്കെ ഫോക്കസ് കൊടുത്ത് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കരിയറിലൊക്കെ ഒരു കരിയർ സെറ്റപ്പാക്കി എടുക്കണം, എന്നാൽ മാത്രമേ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കൂ എന്നും ഈ വ്യക്തി ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് സ്നേഹം മനസ്സിൽ ഫീൽ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളടുത്ത് എന്തൊക്കെയോ ആ വ്യക്തിക്ക് പറയാനും, ആ വ്യക്തിക്ക് എന്തൊക്കെയോ തുറന്ന് നിങ്ങളടുത്ത് സംസാരിക്കണം. കാരണം ഇവിടെ തുറന്ന് സംസാരിക്കുമ്പോൾ മാത്രമേ ആ വ്യക്തിക്ക് ഹീലാവാൻ പറ്റുന്നുള്ളൂ. കാരണം അവർക്ക് ഒരുപാട് ഭാരം ഉള്ളിൽ ഇങ്ങനെ ചുമന്നിരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് ആൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക, നിങ്ങളോടൊന്നും സംസാരിക്കാൻ പറ്റാതെ വല്ലാത്തൊരു സിറ്റുവേഷൻ കൂടിയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. കാരണം ഇവിടെ നമുക്ക് കാണാം, ഒരു സെപ്പറേഷൻ പീരീഡിലാണ് നിങ്ങളെങ്കിൽ ആ വ്യക്തി വല്ലാതെ വീർപ്പ് മുട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം പഴയ ഓർമ്മകൾ വല്ലാതെ അലട്ടുന്നുണ്ട് നിങ്ങളുടെ. ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ വ്യക്തി എബ്രോഡ് ആകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് ഉള്ള വ്യക്തികളാകാനും സാധ്യത കാണുന്നുണ്ട്. ഇവിടെ കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ഒന്ന് നോക്കാം. തീർച്ചയായിട്ടും ഇതിലൊരു മാറ്റം വരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കായിരിക്കാം ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ.
കാരണം നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും. സക്സസ് ആണ് വന്നിരിക്കുന്നത്. അവരുടെ സിറ്റുവേഷൻ ശരിയാക്കിയിട്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അല്ലെങ്കിൽ അവരുടെ എന്താണോ അവർക്ക് ഉണ്ടായ ആ ഒരു തടസ്സം അതിനെ അതിജീവിച്ച് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. അതിനെ അതിജീവിച്ച് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് കാർഡ്സ് കാണിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു റീഡിങ് കണക്ട് ചെയ്യുന്നവരുടെ ഒരു ക്ലൂസ് എടുത്തു നോക്കാം. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട്. പൂയം നക്ഷത്രം, റീയൂണിയൻ ഉണ്ടാകും നിങ്ങൾ തമ്മിൽ. ജനുവരി, പൂരുരുട്ടാതി, ജൂലൈ മാസം, വൈറ്റ് ബ്ലൂ കളർ, ഒക്ടോബർ മാസം. ലെറ്റർ എസ് ആണ് വന്നിരിക്കുന്നത്. നവംബർ മാസം. ലെറ്റർ എച്ച്, ലെറ്റർ ഡബ്ല്യു, അത്തം നക്ഷത്രം, ബ്ലൂ ബട്ടർഫ്ലൈസ്. ലെറ്റർ ടി ആണ്, മലപ്പുറം, ഗൾഫ് രാജ്യം. ലെറ്റർ സെഡ് ആണ് വന്നിരിക്കുന്നത്. ഡ്രൈവർ ആയിരിക്കാം. ബ്യൂട്ടീഷ്യൻ, പർപ്പിൾ കളർ, കാർത്തിക നക്ഷത്രം. ലെറ്റർ യു കിട്ടിയിട്ടുണ്ട്. യെല്ലോ കളർ. പൂരം നക്ഷത്രം. 33 ആണ്, 7 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്